ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എല്ലാ വ്യത്യസ്ത യുഗങ്ങളിൽ മരിക്കുന്ന വിശ്വാസികളുടെ ആത്മാക്കൾ എങ്ങോട്ടാണ്, എവിടേക്കാണ് പോകുന്നത്? വേർ ഡു ദ സോൾസ് ഓഫ് ബിലീവേഴ്സ് ഹു ഡൈ ഗോ ഡ്യൂറിങ് വേരിയസ് ഡിസ്പെൻസേഷൻസ്? നമുക്കറിയാം, പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്ക് ലേഖനം 2-ാം അധ്യായം 11, 12, 13 വാക്യം, പിന്നെ അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ കാലഘട്ടത്തെ അല്ലെങ്കിൽ ഡിസ്പെൻസേഷനെ 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ദൈവത്തിൻ്റെ ഡീലിങ്സ്, ദൈവം എങ്ങനെ മനുഷ്യരോട് ഇടപെടുന്നോ ആ കാര്യം 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. മുൻകാലം, എന്നാൽ ഇപ്പോൾ, വരും കാലം. മുൻകാലം എന്ന് പറഞ്ഞാൽ കൃപയുടെ യുഗം, കൃപായുഗം സ്ഥാപിക്കുന്നതിന് മുൻപുള്ള കാലം. എന്നാൽ ഇപ്പോൾ എന്നുള്ള ആ ഒരു കാലഘട്ടം പൗലോസിൽ കൂടി കർത്താവ് ആരംഭിച്ചിട്ട് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ഉൽപ്രാവണം വരെയുള്ള ആ ഒരു ടൈമാണ്. എന്നാൽ ഇപ്പോൾ, അല്ലെങ്കിൽ ദ ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസ്. വരും കാലം ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ഉൽപ്രാവണം മുതൽ നിത്യത വരെയുള്ള ആ ഒരു ടൈം പീരീഡ്. നമുക്കിത് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ വായിക്കാൻ കഴിയും. ഡിസ്പെൻസേഷൻ എന്ന വാക്ക് ബൈബിളിൽ 5 പ്രാവശ്യമോളം ഈ പുതിയ നിയമത്തിൽ വന്നിട്ടുണ്ട്. നമുക്ക് എന്നാൽ ഇപ്പോൾ എന്നുള്ള സമയം മുതൽ ആരംഭിക്കാം. ഈ കാലഘട്ടത്തിൽ മരിക്കുന്ന ദൈവമക്കളുടെ ആത്മാക്കൾ കർത്താവിൻ്റെ സന്നിധിയിലേക്കാണ് എടുക്കപ്പെടുന്നത്, കർത്താവിൻ്റെ സന്നിധിയിലാണ് പോകുന്നത്. ഞാൻ കണ്ണു തുറക്കുമ്പോൾ ഞാൻ നിന്റെ മുഖം കാണും എന്ന അതേ കോൺസെപ്റ്റ് 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ എഴുതുമ്പോൾ, ടു ബി ആബ്സെന്റ് ഫ്രം ദ ബോഡി ടു ബി പ്രസന്റ് വിത്ത് ദ ലോർഡ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-23 വിട്ട് പിരിഞ്ഞു ക്രിസ്തുവിനോട് കൂടെ ആകുക. നമ്മൾ ശരീരം വിട്ടു പിരിയുമ്പോൾ നാം ക്രിസ്തുവിനോട് കൂടെ ആകുകയാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-20-21 വാക്യങ്ങളിൽ നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാണ്. കിങ് ജെയിംസ് ബൈബിൾ, ഫോർ അവർ കൺവെർസേഷൻ ഈസ് ഇൻ ഹെവൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. കൺവെർസേഷൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നമ്മുടെ ഡീലിങ്സ്, നമ്മുടെ മെയിൻ ഏരിയ ഓഫ് ഓപ്പറേഷൻ, നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വർഗസ്ഥലങ്ങളിലാണ്. ബോഡി ഓഫ് ക്രൈസ്റ്റ് ഈ ഭൂമിയിലേക്ക് മടങ്ങി വരുന്നില്ല. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 16-17 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ 17-ാമത്തെ വാക്യത്തിൽ, then we which are alive and remain shall be caught up together with them in the clouds to meet the Lord in the air, and so shall we ever be with the Lord. അപ്പോൾ ബോഡി ഓഫ് ക്രൈസ്റ്റിൻ്റെ ഡിറക്ഷൻ എങ്ങോട്ടാ? വി ആർ കോട്ട് അപ്വേർഡ്, മേളിലോട്ട്, മുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. 2 കൊരിന്ത്യർ 5-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, നമ്മുടെ ഈ ഭൗമികമായ ഈ കൂടാരം അഴിഞ്ഞുപോയാൽ കൈപ്പണിയില്ലാത്ത നിത്യ പാർപ്പിടം സ്വർഗത്തിലുണ്ട്. എറ്റേണൽ ഹോം ഈസ് ഇൻ ഹെവൻസ്. എറ്റേണൽ ഹോം. അപ്പോൾ ബോഡി ഓഫ് ക്രൈസ്റ്റ് ഇന്ന് ഈ കൃപായുഗത്തിൽ കൃപയുടെ സുവിശേഷം കേട്ട് വിശ്വസിക്കുന്ന ദൈവ പൈതൽ മരിക്കുമ്പോൾ, അല്ലെങ്കിൽ റാപ്ചറിൽ നാം എടുക്കപ്പെടുമ്പോൾ, നാം എടുക്കപ്പെടുന്നത് മുകളിലേക്കാണ്, സ്വർഗത്തിലേക്കാണ്. നമ്മുടെ ഓപ്പറേഷൻസ്, നമ്മുടെ മെയിൻ ഡൊമെയിൻ സ്വർഗസ്ഥലങ്ങളിൽ ശുദ്ധീകരണമാണ്. അവിടുത്തെ വീണുപോയ ദൂതന്മാരെ റീപ്ലേസ് ചെയ്യുകയാണ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ഈ രക്ഷാമാർഗം കർത്താവായ യേശു ക്രിസ്തു
ഒരുക്കിയിരിക്കുന്നത് പൗലോസിൽ കൂടി പൗലോസിന് വെളിപ്പെടുത്തിയ ആ പ്രത്യേക ഡോക്ട്രിനാണ്. നമ്മുടെ സുവിശേഷം എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 12 തൊട്ട് 14 വരെയുള്ള വാക്യം നമുക്കൊന്ന് മലയാളത്തിൽ വായിച്ചു കേൾക്കാം. ക്രിസ്തുവിൽ ആശ വെച്ചവരായ ഞങ്ങൾ അവന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കാകേണ്ടതിന് തന്നെ അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിനു വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇവിടെ ജെൻറ്റൈൽസിൻ്റെ രക്ഷയുടെ സുവിശേഷം പ്രത്യേകം എടുത്ത് പറയുക. യോർ ഗോസ്പൽ, ദ ഗോസ്പൽ ഓഫ് യോർ സാൽവേഷൻ, അത് നാം കേട്ട് വിശ്വസിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ അതിൻ്റെ ഒരു അച്ചാരമായി നൽകുകയാണ്. അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര എപ്പോൾ വരെയുണ്ട്? 14-ാമത്തെ വാക്യം പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് നാൾ വരെ, അതായത് റാപ്ചർ വരെയും നമ്മുടെ ആ മുദ്ര ഇട്ടിരിക്കുകയാണ്. അപ്പോൾ വെരി ഇമ്പോർട്ടൻറ്റ്, നമ്മുടെ രക്ഷയുടെ സുവിശേഷം അതാണ് നാം വിശ്വസിക്കേണ്ടത്. അടുത്തത്, അപ്പോൾ ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ വരാൻ, പരദീസ, പൗലോസ് അപ്പോസ്തലൻ പരദീസയിലേക്ക് എടുക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യത്തിൽ 4-ാമത്തെ വാക്യം പറയുന്നത്, ഹൗ he was caught up into paradise and heard unspeakable words which it is not lawful for a man to utter. അപ്പോൾ ഈ പരദീസ ഏതാണ്? ഈ പരദീസ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. നമുക്കതൊന്ന് വായിക്കാം. വെളിപ്പാട് 2:7. ആത്മാവ് സഭകളോട് പറയുന്ന എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പറുദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. ഇത് എഫെസസ് സഭയോടുള്ള ആലോചനയിൽ പറയുന്ന കാര്യമാണ്. ജയിക്കുന്നവൻ, ദ വൺ ഹു ഓവർകംസ്. ഈ പർദീസ സ്വർഗീയ യെരുശലേം, സ്വർഗീയ സിയോനിൽ ഉള്ള പർദീസയാണ്. ഈ പർദീസയിലോട്ടല്ല മുൻകാലങ്ങളിലെ പഴയ നിയമത്തിലെ വിശുദ്ധന്മാരുടെ ആത്മാവ് പോയിക്കൊണ്ടിരുന്നത്. ഈ പർദീസ സ്വർഗീയ സിയോനോടൊപ്പം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതായിട്ട് നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് മുൻപോട്ട് പോകാം. ഇൻ ദ ടൈം പാസ്റ്റ്, അപ്പോൾ നമ്മൾ മനസ്സിലാക്കി ഇപ്പോൾ ഈ കൃപായുഗത്തിൽ വിശ്വാസികൾ മരിക്കുമ്പോൾ അവരുടെ ആത്മാവ് പോകുന്ന സ്വർഗത്തിലേക്കാണ്, ദൈവസന്നിധിയിലേക്കാണ്. ഇൻ ദ ടൈം പാസ്റ്റ്, മുൻകാലങ്ങളിൽ കൃപായുഗത്തിൻ്റെ സ്ഥാപനത്തിന്, അതിൻ്റെ വെളിപ്പെടുത്തലിൻ്റെ മുൻപുള്ള കാലങ്ങളിൽ വിശുദ്ധന്മാർ അവരുടെ ആത്മാവ് മരിക്കുമ്പോൾ അവർ പാതാളത്തിലേക്കാണ് ഇറങ്ങിപ്പോയിക്കുന്നത്. അതായിരുന്നു അവരുടെ പ്രത്യാശ. ഉൽപ്പത്തി 42:38 വാക്യത്തിൽ യാക്കോബ് പറയുകയാണ്, ആൾക്കാർ വന്നിട്ട്, യാക്കോബിൻ്റെ മക്കൾ വന്നിട്ട് ബെന്യാമീനെയും കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ പറയുന്നൊരു കാര്യമാണ്, ഞാൻ ഇവനെ വിട്ടയക്കുകയില്ല. നമുക്കൊന്ന് വായിക്കാം. 42:38 വാക്യം. എന്നാൽ അവൻ, എൻ്റെ മകൻ നിങ്ങളോടുകൂടെ പോരുകയില്ല, അവന്റെ ജ്യേഷ്ഠൻ മരിച്ചുപോയി, അവൻ ഒരുത്തനെ ശേഷിപ്പുള്ളൂ. നിങ്ങൾ പോകുന്ന വഴിയിൽ അവന് വല്ല ആപത്തും വന്നാൽ നിങ്ങൾ എൻ്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറങ്ങുമാറാക്കും എന്ന് പറഞ്ഞു. പാതാളത്തിലേക്ക് ഇറങ്ങുമാറാക്കും. നമുക്ക് സങ്കീർത്തനം 9:17 16:10 നമുക്കൊന്ന് വായിക്കാം. ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്ന സകല ജാതികളും പാതാളത്തിലേക്ക് തിരിയും. നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. ഇംഗ്ലീഷ് KJV ഹെൽ എന്നാണ് ഈ പാതാളത്തിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്യം. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ദാവീദ് പറയുകയാണ്, ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്നവരും പാതാളത്തിലേക്ക് പോകും, പാതാളത്തിലേക്ക് തിരിയും. 16:10 പറയുക, നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, അല്ലേ? എന്നിട്ട് പറയുക, നിൻ്റെ പരിശുദ്ധൻ ദ്രവത്വം കാണാൻ സമ്മതിക്കുകയും ഇല്ല. ഈ പരിശുദ്ധൻ, ദ ഹോളി വൺ,
കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കും ഇത് രണ്ടുപേരും ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്നവരും ദാവീദും ഇവരൊക്കെ ഹെല്ലിലോട്ടാണ്, ഇവരെല്ലാം ഹെല്ലിലോട്ടാണോ പോകുന്നത് നമ്മൾ ഒരുപക്ഷെ ചിന്തിച്ചെന്ന് വരാം. കാരണം ഒരേ പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 22 തൊട്ട് 23 വരെ ഉള്ള വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ പാതാളത്തിന് 2 ഭാഗങ്ങളുണ്ട്. ലാസറസ് മരിച്ചു, അബ്രഹാമിൻ്റെ മടി എന്ന് പറയുന്നിടത്തേക്ക് പോയി. അതൊരു വിശ്രാമ സ്ഥലമാണ്, വിശുദ്ധന്മാരുടെ വിശ്രാമ സ്ഥലം. അപ്പോൾ തന്നെ ധനവാനും മരിച്ചു, അവൻ്റെ ആത്മാവ് പോയത് എവിടോട്ടാണ്? പാതാളത്തിലേക്ക് പോയി. പക്ഷേ അവിടെ എന്തുണ്ടായിരുന്നു? അവിടെ അനേക യാതന സ്ഥലം, അതൊരു യാതന സ്ഥലമാണ്, പീഡന സ്ഥലമാണ്. അവിടെ ചൂടുണ്ട്, ദാഹമുണ്ട്. നമുക്കറിയാം ധനവാൻ കണ്ണുകൾ ഉയർത്തി അബ്രഹാം പിതാവിനോട് പറയുക, ലാസറിൻ്റെ ഒരു വിരലിൽ വെള്ളം തൊട്ടല്പം ഒരു ഡ്രോപ്പ് എൻ്റെ നാവൊന്ന് നനയ്ക്കാൻ തരട്ടെ. അപ്പോൾ അബ്രഹാം പറയുകയാണ് അത് നടക്കില്ല, അത് കാരണം നമ്മൾ തമ്മിൽ വലിയൊരു ഗ്യാപ്പുണ്ട്. അത് തന്നെ ലൂക്കോസ് 23-43 വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിലായിരിക്കുമ്പോൾ മാനസാന്തരപ്പെട്ട ആ കള്ളനോട് പറയുന്ന കാര്യം, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിൽ ഇരിക്കും. ട്രൂലി ഐ ടെൽ യു ടുഡേ യു വിൽ ബി വിത്ത് മീ ഇൻ പാരഡൈസ്. അപ്പോൾ നമുക്കറിയാം കർത്താവായ യേശു ക്രിസ്തു, എഫേസ്യർക്കെഴുതിയ ലേഖനം 4:9 നമുക്കൊന്ന് വായിക്കാം. കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്നും വരുന്നില്ലയോ? ഓക്കെ, അപ്പോൾ ഭൂമിയിലാണ്, ഈ ഭൂമിയുടെ അധോഭാഗത്തിൻ്റെ ലോവർ പാർട്സ് ഓഫ് എർത്തിലാണ് ഈ 2 സ്ഥലങ്ങളും, അബ്രഹാംസ് ബോസം ആൻഡ് ദ പ്ലേസ് ഓഫ് ടോർമെൻറ്റ്. കർത്താവായ യേശു ക്രിസ്തു ലോവർ പാർട്സ് ഓഫ് ദ എർത്തിൽ പോയി എന്ന് പറയുമ്പോൾ ആ അഗ്നികുണ്ഡത്തിലോട്ടല്ല പോയത്. കർത്താവായ യേശു ക്രിസ്തു പോയത് ആ വിശ്രാമ സ്ഥലത്തേക്ക്, അബ്രഹാംസ് ബോസം, പറുദീസയിലേക്കാണ് പോയത്. ഈ പറുദീസ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ എടുക്കപ്പെട്ട 3-ാം സ്വർഗത്തിൽ എടുക്കപ്പെട്ട അവിടുത്തെ പറുദീസയല്ല, മറിച്ച് ഭൂമിയുടെ അധോഭാഗങ്ങളിലുള്ള പറുദീസയിലാണ്. നമുക്ക് ഈ ജസ്റ്റ് ഒരു പിക്ചർ, ഇത് ജസ്റ്റും നമ്മുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി മാത്രമാണ്. ഔട്ടർ ലെയർ ഓഫ് എർത്ത്, പിന്നീട് മണ്ണും റോക്കും മിനറൽസും ഉള്ളൊരു ഭാഗം, ഈ ബ്രൗൺ പിക്ചർ കാണിക്കുന്നത്. അതിനിടയിൽ ഒരു വിശ്രാമ സ്ഥലം, അതാണ് അബ്രഹാംസ് ബോസം, ഈ ബ്ലൂ ഏരിയ. അത് കഴിഞ്ഞ് ഒരു വലിയൊരു ഗ്യാപ്പുണ്ട്, അത് കഴിഞ്ഞാണ് യാതനാസ്ഥലം. യാതനാസ്ഥലം കഴിയുമ്പോൾ ആ ലേക്ക് ഓഫ് ഫയർ എന്ന് പറയുന്ന ആ ഒരു ഹെൽ എന്ന് നമ്മുടെ മനസ്സിലുള്ളത്. അപ്പോൾ തന്നെ ആ ഏരിയയിലാണ് ദ ബോട്ടംലെസ് പിറ്റ്. ബോട്ടംലെസ് പിറ്റ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു, ഒരു ഹൊറിസോണ്ടൽ, ഒരു ഓവൽ ഷേപ്പിലുള്ള അതിന് ബോട്ടമില്ല. ഭൂമി 1600 കിലോമീറ്റർ സ്പീഡിൽ അതിൻ്റെ ഇക്വേറ്ററിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും, അതിൻ്റെ ആക്സിൽ. അപ്പോൾ ഇതിനകത്ത് കിടക്കുന്നവർ അത് ഫുള്ളിങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്ലേസ് ഓഫ് റെസ്റ്റും പീഡന സ്ഥലവും തമ്മിൽ വലിയൊരു ഗ്യാപ്പുണ്ട്. നമുക്ക് മുൻപോട്ട് പോകാം. വേർ ആർ ദ സോൾസ് ഓഫ് ദ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് സെയിൻറ്റ്സ് നൗ? ഇപ്പോൾ അവരുടെ ആത്മാക്കൾ, പഴയ നിയമ വിശുദ്ധന്മാരുടെ ആത്മാക്കൾ എവിടെയാണ്? ആദാം മുതൽ കൃപായുഗത്തിൻ്റെ ആ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് വരെയുള്ള വിശുദ്ധന്മാരുടെ ആത്മാക്കൾ അബ്രഹാമിൻ്റെ മടിയിൽ തന്നെയാണ്, അവിടെ തന്നെയാണ് അവർ വിശ്രമിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 2:34, അതായത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം, പരിശുദ്ധാത്മാവ് പ്രാപിച്ചതിന് ശേഷം പത്രോസ് പ്രസംഗിക്കുമ്പോൾ പറയുന്ന കാര്യമാണ്, ദാവീദ് സ്വർഗാരോഹണം ചെയ്തില്ലല്ലോ. For David is not ascended into the heavens, but he saith himself, the Lord said unto my Lord,
സിറ്റ് ദൗ ഓൺ മൈ റൈറ്റ്. കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയത്. മത്തായി സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, കർത്താവായ യേശു ക്രിസ്തു ക്രൂശിലായിരുന്നപ്പോൾ അവിടെ അല്പനേരത്തേക്ക് എന്ത് കണ്ടു? സൂര്യൻ ഇരുണ്ടുപോയി, ഭൂമി കുലുക്കമുണ്ടായി, അന്ധകാരവും ഭൂമി കുലുക്കവും, ദേവാലയത്തിലെ തിരശീല മുകളിൽ നിന്ന് താഴോട്ട് കീറുന്നു. അനേക വിശുദ്ധന്മാരുടെ കല്ലറകൾ തുറക്കപ്പെട്ടു. ഈ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റ് യെരുശലേം നഗരങ്ങളിൽ വന്ന് സാക്ഷ്യം പറയുകയാണ്. പക്ഷേ ഈ വിശുദ്ധന്മാരുടെ ഉയർത്തെഴുന്നേൽപ്പ് ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് പോലല്ല, മറിച്ച് ലാസറിൻ്റെയും ഡോർക്കാസിൻ്റെയും ഉയർത്തെഴുന്നേൽപ്പ് പോലെ. അതായത് ലാസർ ഉയർത്തെഴുന്നേറ്റിന് ശേഷം എന്തു പറ്റി? പിന്നീട് ഒരു സമയത്ത് വീണ്ടും മരിച്ചു, വീണ്ടും അടക്കപ്പെട്ടു, ഇല്ലേ? അതുപോലെ തന്നെ ഇതൊരു ഹീലിംഗ് പോലാണ്. ഈ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിലായിരുന്നപ്പോൾ കല്ലറകൾ തുറന്ന് പുറത്തു വന്ന വിശുദ്ധന്മാർ, അവരതേ ടൈമിൽ ആ സമയങ്ങളിൽ തന്നെ മരിച്ചടക്കപ്പെട്ട വിശുദ്ധന്മാർ, അതൊരു വലിയൊരു ഒരു സാക്ഷ്യമാണ്. കാരണം മരിച്ചവർ എഴുന്നേറ്റ് വന്നു, അവർ ക്രിസ്തുവിനെ കുറിച്ച് സാക്ഷി പറയുന്നു. അവർ സ്വർഗത്തിലേക്ക് പോയില്ല, അവർ പിന്നീട് ലാസർ പിന്നീട് മരിച്ചതുപോലെ ഒരു ടൈമിൽ അവർ വീണ്ടും മരിച്ചു, അവരും അടക്കപ്പെട്ടു. പക്ഷെ കർത്താവായ യേശു ക്രിസ്തു അങ്ങനല്ല. യോഹന്നാൻ 3:13 നമുക്കൊന്ന് വായിച്ചു നോക്കാം. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നവനായ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. ആരും സ്വർഗത്തിലേക്ക്, ക്രിസ്തു അല്ലാതെ ആരും സ്വർഗത്തിലേക്ക്, പിതാവിൻ്റെ അരികിലേക്ക് ആരും പോയിട്ടില്ല. യോഹന്നാൻ 3:13. അപ്പോൾ നമ്മൾ ചിന്തിക്കും, യോഹന്നാൻ 3:13 ക്രൂശീകരണത്തിന് മുന്നേ എഴുതിയതാണെന്ന്. ആക്ച്വലി യോഹന്നാൻ്റെ സുവിശേഷവും മറ്റു സുവിശേഷങ്ങളും തമ്മിലൊരു വ്യത്യാസമുണ്ട്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, ഈ 3 സുവിശേഷത്തിന് പറയുന്നത് സിനോപ്റ്റിക് ഗോസ്പൽ. സിനോപ്റ്റിക് എന്ന് പറഞ്ഞാൽ സിങ്ക്രണൈസ്ഡ്, ഒരേ. ഒപ്റ്റിക് എന്ന് പറഞ്ഞാൽ കാഴ്ചപ്പാട്. ഒരേ കാഴ്ചപ്പാടിലാണ് മത്തായി, മർക്കോസ്, ലൂക്കോസ് എഴുതിയിരിക്കുന്നത്. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷം ഒരു വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടിലാണ്. നമുക്കതിൻ്റെ 2-ാമത്തെ അധ്യായം, യോഹന്നാൻ 2:20-22 വരെയുള്ള ഭാഗം നമുക്കൊന്ന് വായിക്കാം. യഹൂദന്മാർ അവനോട്, ഈ മന്ദിരം 46 സംവത്സരം കൊണ്ട് പണിതിരിക്കുന്നു, നീ 3 ദിവസത്തിനകം അതിനെ പണിയുമോ എന്ന് ചോദിച്ചു. അവനോ തന്റെ ശരീരം എന്ന മന്ദിരത്തെക്കുറിച്ചത്രേ പറഞ്ഞത്. അവൻ ഇത് പറഞ്ഞു എന്ന് അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാർ ഓർത്ത് തിരുവെഴുത്തും യേശു പറഞ്ഞ വചനവും വിശ്വസിച്ചു. കണ്ടോ? യോഹന്നാൻ സുവിശേഷം എഴുതപ്പെടുന്നത് ആഫ്റ്റർ ദ ഫാക്ട്. ഇതെല്ലാം നടന്നതിന് ശേഷം എന്താണ് ഇതിൻ്റെ കോൺസിക്വൻസ്? ഇതെല്ലാം നടന്നതിന് ശേഷം ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടിലാണ് എഴുതിയിരിക്കുന്നത്. 2-ാം അധ്യായത്തിൽ തന്നെ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിന് ശേഷം കർത്താവ് പറഞ്ഞൊരു കാര്യം ശിഷ്യന്മാർ ഓർത്ത് വിശ്വസിച്ച കാര്യമാണ് 2-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മുമ്പോട്ട് പോകാം. നമ്മൾ ഈ വാക്യങ്ങൾ കൊണ്ട് മനസ്സിലാക്കുന്നു, പഴയ നിയമ വിശുദ്ധന്മാർ ആരും തന്നെ ഉയർത്തെഴുന്നേറ്റിട്ടില്ല. യേശു ക്രിസ്തു മാത്രം എന്നേക്കും ജീവിക്കുവാൻ വേണ്ടി സ്വർഗാരോഹണം ചെയ്തു. നമുക്ക് മുൻപോട്ട് പോകാം. ഓൾഡ് ടെസ്റ്റ്മെന്റ് സെയിൻസ് സിൻസ് ആർ ക്ലെൻസ്ഡ് ഇൻ ദ ഫ്യൂച്ചർ. അപ്പോസ്തല പ്രവൃത്തി 3:19 നമുക്കൊന്ന് വായിക്കാം. 3:19-21 വരെ. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. എന്നാൽ കർത്താവിന്റെ സമ്മുഖത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. ദൈവം ലോകാരംഭം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതൊക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു. അപ്പോൾ ഇത് ഏത് ഭാഗമാണ്? ഇത് പ്രവചന പദ്ധതി. കർത്താവായ യേശു ക്രിസ്തു ലോകാരംഭം മുതൽ തൻ്റെ വിശുദ്ധ പ്രവാചകന്മാരാൽ അരുളി ചെയ്തു വരുന്ന കാര്യമാണ്. അപ്പോൾ ഈ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, പഴയ നിയമ വിശുദ്ധന്മാരുടെ പാപത്തിൻ്റെ മോചനത്തിൻ്റെ വില
കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ കൊടുത്തു. എന്നാൽ അവരുടെ പാപങ്ങൾ എപ്പോഴാണ് മോചിക്കപ്പെടുന്നത്? പിതാവായ ദൈവം പുത്രനെ വീണ്ടും അയക്കുമ്പോൾ. സക്രിയ പ്രവചനം 13:1 വാക്യം പറയുക, ഇൻ ദാറ്റ് ഡേ. അന്നാളിൽ ദാവീദ് ഗൃഹത്തിനും യെരൂശലേം നിവാസികൾക്കും പാപത്തിന്റെയും മാലിന്യത്തിന്റെയും പരിഹാരത്തിനായി ഒരു ഉറവ് തുറന്നിരിക്കും. ഇതേതാണ് ഈ ഇൻ ദാറ്റ് ഡേ? കർത്താവായ യേശു ക്രിസ്തു ഒലിവ് മലയിൽ രണ്ടാമത് വരുമ്പോൾ. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. കാര്യം എന്താണെന്നറിയാം? കൃപായുഗത്തിൽ ഒരു വ്യക്തി വിശ്വസിക്കുമ്പോൾ ആ മാത്രമേ കർത്താവിൻ്റെ വിശ്വാസം, കർത്താവിൻ്റെ നീതി നമ്മളിലേക്ക് പകരപ്പെടുകയാണ്. നാം ദൈവനീതിയാകേണ്ടതിന് പാപമറിയാത്തവൻ, പാപമില്ലാത്തവൻ നമുക്ക് വേണ്ടി പാപമാക്കപ്പെടുകയാണ്. നാം ദൈവനീതിയായി മാറിയിരിക്കുക. നമ്മുടെ രക്ഷ, നമ്മുടെ വിശുദ്ധീകരണം, നമ്മുടെ ജ്ഞാനം, നമ്മുടെ നീതീകരണം എല്ലാം ക്രിസ്തുവാണ്. വി ആർ കംപ്ലീറ്റ് ഇൻ ക്രൈസ്റ്റ്. അതേസമയം പഴയ നിയമ വിശുദ്ധന്മാർ അവരുടെ ശുദ്ധീകരണം എപ്പോഴാണ് നടക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തു ഒലീവ് മലയിൽ വരുമ്പോൾ. അതുകൊണ്ട് ബോഡി ഓഫ് ക്രൈസ്റ്റിലെ അംഗങ്ങൾ നേരെ ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടുന്നു. നമുക്ക് മുൻപോട്ട് പോകാം. ഹാസ് അബ്രഹാംസ് ബോസം മൂവ്ഡ് ടു ഹെവൻ ആഫ്റ്റർ ക്രൈസ്റ്റ് റിസറക്ഷൻ. ട്രഡീഷണലി നമ്മളെ പഠിപ്പിച്ചു വരുന്നത്, കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി, അതായത് ഈ വിശ്രാമദേശം അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ മടി എന്ന ഭാഗങ്ങളിലേക്ക് ഇറങ്ങി, പർദീസയിലേക്ക് ഇറങ്ങി, അവിടുള്ളവരെ പിടിച്ചോണ്ട് കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ഇപ്പോൾ പർദീസ സ്വർഗത്തിലാണ് എന്നുള്ളൊരു ടീച്ചിങ് ആണ് ട്രഡീഷണലി നമ്മളെ പഠിപ്പിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്, നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷെ വചനം കൊണ്ട് നമ്മൾ പഠിക്കുമ്പോൾ അങ്ങനല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ കാര്യത്തിൽ പലർക്കും പല ആശയ വ്യത്യാസങ്ങളുണ്ടാകാം. പക്ഷെ അത് നോ പ്രോബ്ലം. അത് ഒരു ഡിവിഷന് കാരണമല്ല. റൈറ്റ്? നമ്മൾ എപ്പോഴും ഓരോ കാര്യങ്ങളും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട എസെൻഷ്യലായ കാര്യങ്ങളും, അത് നിർബന്ധമായി, അതായത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളും എസെൻഷ്യൽ അല്ലാത്ത കാര്യങ്ങൾ. എസെൻഷ്യലായ കാര്യങ്ങൾ, ഒരു ക്രിസ്തുവിൻ്റെ ദൈവത്വം, ത്രിയേകത്വം, കർത്താവിൻ്റെ രക്ഷാ പദ്ധതി, അതൊക്കെ അതിനകത്ത് നമുക്ക് എന്തുണ്ടായിരിക്കണം? ഒരു യൂണിറ്റി ഉണ്ടായിരിക്കണം. ബട്ട് അനേക കാര്യങ്ങളുണ്ട് അതിനകത്ത് നമുക്കൊരു ചാരിറ്റി, അതായത് നമുക്ക് ഓക്കെ, അതിനകത്ത് നമുക്ക് വെട്ടൊന്ന് മുറി രണ്ട് പോലെ നമുക്കൊരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ ഇല്ല. അപ്പോൾ ഇതിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ദിസ് നോ പ്രോബ്ലം. നമ്മളെല്ലാവരും ദൈവമക്കളാണ്. റൈറ്റ്? എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4:8 വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. അതുകൊണ്ട് അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. ഈ കാര്യം, ഈ ഒരു വാക്യമാണ് പലർക്കും കൺഫ്യൂഷൻ ആക്കുന്ന കാര്യം. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം, ഈ ഒരു വാക്യം പൗലോസ് അപ്പോസ്തലൻ സങ്കീർത്തനം 68 സങ്കീർത്തനത്തിൻ്റെ 18 വാക്യമാണ് പൗലോസ് കോട്ട് ചെയ്യുന്നത്. അതായത് പ്രവചന പദ്ധതിയുടെ ഒരു ഭാഗമാണ് എടുത്ത് കോട്ട് ചെയ്യുന്നത്. നമുക്ക് സങ്കീർത്തനം 68:18 വായിക്കാം. നീ ഉയരത്തിലേക്ക് കയറി ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി യാഹ് എന്ന ദൈവം അവിടെ വസിക്കേണ്ടതിന് നീ മനുഷ്യരോട് മത്സരികളോട് തന്നെ കാഴ്ച വാങ്ങിയിരിക്കുന്നു. ഉണ്ട്. അപ്പോൾ ഇതേ വാക്യം സങ്കീർത്തനം 68:18 എഴുതിയിരിക്കുന്നു. ഈ പ്രവചന പദ്ധതി നമ്മൾ പഠിക്കുമ്പോൾ ബൈബിൾ ഹെർമെന്യൂട്ടിക്സ് എന്ന് പറഞ്ഞാൽ, അതായത് ബൈബിൾ വ്യാഖ്യാന ശാസ്ത്രം, അതിനകത്ത് ഒരു റൂളുണ്ട്. അതിനകത്ത് ഒരു റൂള്, ദ ഫസ്റ്റ് മെൻഷൻ, ദ റൂൾ ഓഫ് ഫസ്റ്റ് മെൻഷൻ. ഒരു കാര്യം ആദ്യം എവിടെ എഴുതിയിരിക്കുന്നോ ആ കാര്യം പോലെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം, ആ റൂൾ, ബൈബിൾ ഹെർമെനറ്റിക്സ് റൂൾ, മിസ്റ്ററി പ്രോഗ്രാം, അതായത് പൗലോസിന് വെളിപ്പെട്ട മർമ്മത്തിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ
പറ്റത്തില്ല. കാരണം എന്താ? പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് എന്താ? പൗലോസ് അപ്പോസ്തലന് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തത് മുൻകാലങ്ങളിലും മുൻ തലമുറകളിലും ആർക്കും തന്നെ വെളിപ്പെട്ടിട്ടില്ല. അപ്പോൾ റോമർക്കെഴുതിയ ലേഖനം തൊട്ട് ഫിലെമോൻ വരെയുള്ള വാക്യ പുസ്തകങ്ങളിൽ വെളിപ്പെട്ടിരിക്കുന്ന കാര്യം യെശയ്യാവിൽ നമുക്ക് കാണാൻ കഴിയുമോ? ഇല്ല. യെരമ്യായിൽ കാണാൻ കഴിയുമോ? ഉൽപ്പത്തിയിൽ കാണാൻ കഴിയുമോ? മത്തായി സുവിശേഷങ്ങൾ കാണാൻ കഴിയുമോ? ഇല്ല. അതേസമയം ബാക്കി പുസ്തകങ്ങളിൽ ഉള്ള കാര്യങ്ങൾക്ക് ഇണവാക്യങ്ങൾ പഴയ നിയമത്തിൽ ഉണ്ട്. ലെഡ് ദ ക്യാപ്റ്റിവിറ്റി ക്യാപ്റ്റീവ് എന്നുള്ള വാക്യം നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ അത് മെൻഷൻ ചെയ്തിരിക്കുന്ന ന്യായാധിപന്മാരുടെ പുസ്തകം 5:12 നമ്മൾ ഇത് വായിക്കുമ്പോൾ നമുക്ക് ഈ എഫേസ്യർക്കെഴുതിയ ലേഖനം 4:8 നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്കൊന്ന് വായിക്കാം. ഉണരുക, ഉണരുക ദെബോരയെ, ഉണരുക, ഉണർന്ന് പാട്ടുപാടുക. എഴുന്നേൽക്ക ബാരാക്കെ, ആത്മജ, നിന്റെ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് പോക. നിന്റെ ബദ്ധന്മാരെ പിടിച്ചോണ്ട് പോക. അപ്പോൾ ഇവിടെ എന്താണ് നടക്കുന്നത്? ന്യായാധിപന്മാർ 4-ാം അധ്യായം അതിൻ്റെ 1 മുതൽ ഉള്ള വാക്യം നമുക്കൊന്ന് വായിക്കാം. യേഹൂദ് മരിച്ച ശേഷം ഇസ്രായേൽ മക്കൾ വീണ്ടും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവ അവരെ ഹാസോരിൽ വാണ കനാനി രാജാവായ യാബീന് വിറ്റുകളഞ്ഞു. അവന്റെ സേനാപതി ജാതികളുടെ ഹാരോഷ്യത്തിൽ പാർത്തിരുന്ന സീസര ആയിരുന്നു. അവന് 900 ഇരുമ്പ് രഥം ഉണ്ടായിരുന്നു. അവൻ ഇസ്രായേൽ മക്കളെ 20 സംവത്സരം കഠിനമായി ഞെരുക്കിയത് കൊണ്ട് ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. ഇങ്ങനെ ദൈവം അവന് കനാനി രാജാവായ യാബീനെ ഇസ്രായേൽ മക്കൾക്ക് കീഴടക്കി. ഇസ്രായേൽ മക്കൾ കനാനി രാജാവായ യാബീനെ നിർമൂലമാക്കും വരെ അവരുടെ കൈ കനാനി രാജാവായ യാബീന് മേൽക്കുമേൽ ഭാരമായി തീർന്നു. അപ്പോൾ ഇവിടെ എന്താണ് നടന്നത്? 20 വർഷം ഇസ്രായേൽ മക്കൾ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അനിഷ്ടമായത് ചെയ്തപ്പോൾ ദൈവം അവരെ അന്യജാതികളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുകയും യാബീൻ കനാന്യ രാജാവ് 20 വർഷം ഇവരെ പീഡിപ്പിച്ചെന്ന് പറയാൻ ഒപ്രസ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ കഷ്ടതയിൽ ഇസ്രായേൽ മക്കൾ നിലവിളിച്ചു. ദൈവം അതിൻ്റെ 23-24 വാക്യത്തിൽ ദൈവം യാബീനെ കനാന്യരെ ഇസ്രായേൽ മക്കളുടെ കയ്യിൽ ഏൽപ്പിക്കുകയും അങ്ങനെ ഇസ്രായേൽ യാബീനെ പരാജയപ്പെടുത്തിയപ്പോൾ ന്യായാധിപൻ 5:12 ദെബോര ഒരു പാട്ട് പാടുകയാണ്. ആ പാട്ടിൽ പറയുക, എഴുന്നേക്ക് ബാരാക്കെ, നിന്റെ ജനത്തെയും ബന്ധിതരാക്കിയവരെ നിങ്ങൾ ബന്ധിതരാക്കെ. മനസ്സിലാകുന്നുണ്ടോ? ഇസ്രായേൽ മക്കളെ ആരടിമത്വത്തിൽ ആക്കിയോ അവർ ഇനിയും അടിമപ്പെടാൻ പോവുകയാണ്. ഈ കാര്യം നമുക്ക് യെശയ്യായിലും യെരമ്യായിലും ഒക്കെ കാണാൻ കഴിയും. അന്ത്യസമയത്ത് ഇത് നടക്കും. ഇസ്രായേൽ മക്കളെ ബന്ധിതരാക്കി പിടിച്ചോണ്ട് പോയവർ അവരെ തിരികെ ഒട്ടകങ്ങളിലും കഴുതപ്പുറത്തുമൊക്കെ തിരികെ കൊണ്ട് വരും. ഒടുവിൽ ഇസ്രായേൽ മക്കളെ ബന്ധിതരാക്കിയോ അവർ ബന്ധിതരാകും. അവർ ഇസ്രായേലിൻ്റെ അടിമകളായി തീരും. അതാണ് ഇവിടുത്തെ കോൺസെപ്റ്റ്. എബ്രഹാമിൻ്റെ മടി വിശ്വാസികളുടെ ബന്ധന സ്ഥലമാണോ? ഒരിക്കലുമല്ല. അവരവിടെ ക്യാപ്റ്റിവിറ്റിയിലാണോ? അവരവിടെ ബന്ധനസ്ഥരാണോ? അല്ല. അല്ലേ? മറിച്ച് കൊലോസ്യർക്കെഴുതിയ ലേഖനം 2:13 നമ്മൾ നമുക്കൊന്ന് വായിക്കാം. കൊലോസ്യർ 2:13 മുതൽ വായിക്കാം. അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ അവനോട് കൂടെ ജീവിപ്പിച്ചു. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. പ്രൈസ് ദി ലോർഡ്. പൗലോസ് അപ്പോസ്തലൻ എന്താണ് എഫേസ്യർക്ക് ലേഖനം 4:8 ഉദ്ദേശിക്കുന്നതെന്നറിയാമോ? കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ തൻ്റെ പരിശുദ്ധ രക്തത്താൽ നമുക്കെല്ലാവർക്കും വിപരീതമായിരുന്ന ന്യായപ്രമാണത്തിൻ്റെ കൈയെഴുത്തുകളെ എല്ലാം മായ്ച്ചു കളഞ്ഞിട്ട്
സാത്താനിൻ്റെ സൈന്യത്തിൻ്റെ അധികാരങ്ങളെയും അവൻ്റെ ആയുധങ്ങളെയും വെറും കാഴ്ച വസ്തുവാക്കി മാറ്റി. ഹെബ്രായർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 15 വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, സാത്താനായിരുന്നു ജനത്തെ മരണഭീതിയാൽ ബന്ധിച്ചിരുന്നത്. നമുക്കൊന്ന് വായിക്കാം. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം ഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇതാണ് നടന്നത്. ഇതാണ് പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്കെഴുതിയ ലേഖനം 4:8 പറയുന്നത്. കർത്താവായ യേശുക്രിസ്തു സാത്താനെ പരാജയപ്പെടുത്തി അവൻ്റെ അടിമത്വത്തിൽ ഇരുന്നവരെ വിടുവിച്ച് ഇന്ന് മനുഷ്യർക്ക് പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ മാത്രം രക്ഷ പ്രാപിക്കുവാൻ ഉള്ള അനുഗ്രഹിക്കപ്പെട്ട മാർഗം കർത്താവ് തുറന്നു. അന്ന് ബന്ധിതരാക്കി ഈ സാത്താൻ ഇന്ന് എന്ത് ചെയ്തിരിക്കുക? അവൻ്റെ പരാജയം ഉറപ്പാക്കി വെച്ചിരിക്കുക, അല്ലേ? ഇത് കർത്താവ് ക്രൂശിൽ സാത്താൻ്റെ പരാജയം ഉറപ്പാക്കി. അതാണ് അവിടെ നടന്നത്. അല്ലാതെ അബ്രഹാമിൻ്റെ മടി ദൈവമക്കളുടെ വിശ്രാമ സ്ഥലമാ, പഴയ നിയമത്തിലെ വിശുദ്ധന്മാരുടെ വിശ്രാമ സ്ഥലമാ, അതവരുടെ ജയിലറയല്ലായിരുന്നു. അവർ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. നമുക്ക് നോക്കാം എപ്പോഴാണ് പഴയ നിയമ വിശുദ്ധന്മാരുടെ ഉയർപ്പ് നടക്കുന്നത്. യെശയ്യാ 26:19-21 വരെ നമുക്കൊന്ന് വായിക്കാം. നിന്റെ മൃതന്മാർ ജീവിക്കും, എന്റെ ശവങ്ങൾ എഴുന്നേൽക്കും. പൊടിയിൽ കിടക്കുന്നവരെ ഉണർന്നു ഘോഷിപ്പിൻ. നിന്റെ മഞ്ഞ് പ്രഭാതത്തിലെ മഞ്ഞു പോലെ ഇരിക്കുന്നു. ഭൂമി പ്രേതന്മാരെ പ്രസവിക്കുമല്ലോ. എന്റെ ജനമേ, വന്ന് നിന്റെ അറകളിൽ കടന്നു വാതിലുകളെ അടയ്ക്ക. ക്രോധം കടന്നു പോകുവോളം അല്പനേരത്തേക്ക് ഒളിച്ചിരിക്ക. യഹോവ ഭൂവാസികളെ അവരുടെ അകൃത്യം നിമിത്തം സന്ദർശിപ്പാൻ തന്റെ സ്ഥലത്ത് നിന്ന് ഇതാ വരുന്നു. ഭൂമി താൻ കുടിച്ച രക്തമൊക്കെയും വെളിപ്പെടുത്തും. തന്നിലുള്ള ഹതന്മാരെ ഇനി മൂടി വെക്കുകയുമില്ല. പ്രൈസ് ദി ലോർഡ്. ഈ 21-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഇതെപ്പോഴും നടക്കുന്ന കാര്യമാ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2-ാം വരവിങ്കൽ ഒലിവ് മലയിൽ വരുന്ന ആ ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അന്ന് യെശയ്യാ പറയുകയാണ് ഇംഗ്ലീഷിൽ, "Thy dead men shall live together with my dead body shall they arise." യെശയ്യാ പറയുക, എൻ്റെ മൃതദേഹത്തോട് കൂടെ ഇസ്രായേലെ നിങ്ങളുടെ വിശുദ്ധന്മാരും ഉയർത്തെഴുന്നേൽക്കും. എപ്പോഴാണ് ഉയർത്തെഴുന്നേൽക്കുന്നത്? യെശയ്യാ അപ്പോൾ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടോ? ഇല്ല, അല്ലേ? അപ്പോൾ യെശയ്യായുടെ ഉയർത്തെഴുന്നേപ്പ്, ഇസ്രായേൽ മക്കളുടെ വിശുദ്ധന്മാരുടെ ഉയർത്തെഴുന്നേപ്പ് കർത്താവിൻ്റെ 2-ാം വരവിങ്കൽ കർത്താവായ യേശു ക്രിസ്തു ഒലിവ് മലയിൽ വരുമ്പോൾ അപ്പോഴാണ് നടക്കുന്നത്. Where are the Old Testament saints resurrected to? പഴയ നിയമ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റ് അവരെങ്ങോട്ടാണ് പോകുന്നത്? അവർ സ്വർഗത്തിലോട്ട് മേളിലോട്ട് ആണോ പോകുന്നത്? നമുക്ക് നോക്കാം. എഹെസ്കേൽ പ്രവചനം 37-ാമത്തെ അധ്യായം 11 മുതൽ 14 വരെയുള്ള ഭാഗം വരെ നമുക്ക് വായിക്കാം. പിന്നെ അവൻ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗൃഹം ഒക്കെയും ആകുന്നു. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്ന് അവർ പറയുന്നു. അതുകൊണ്ട് നീ പ്രവചിച്ച് അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെ എന്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റുമ്പോൾ ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിൽ ആക്കും. ഞാൻ നിങ്ങളെ സ്വദേശത്ത് പാർപ്പിക്കും. യഹോവയായ ഞാൻ അരുളി ചെയ്ത് നിവർത്തിച്ചുമിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയും എന്ന് യഹോവയുടെ അരുളപ്പാട്. എഹെസ്കേൽ 37:11 പറയുകയാണ്, these bones are the whole house of Israel. Whole
ഹൗസ് ഓഫ് ഇസ്രായേലിനകത്ത് ഓൾഡ് ടെസ്റ്റ്മെന്റ് സെയിൻസും ലിറ്റിൽ ഫ്ലോക്ക് ചർച്ച് ബിലീവേഴ്സും ഉണ്ട്. അതാണ് ദ ഹോൾ ഹൗസ് ഓഫ് ഇസ്രായേൽ. ഇവർ എഴുന്നേൽക്കുന്നത് 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, കർത്താവ് അവരുടെ കല്ലറ തുറന്ന് അവരെ എവിടെ കൊണ്ടുവരും? ബ്രിങ് യു ഇൻ ടു ദ ലാൻഡ് ഓഫ് ഇസ്രായേൽ. ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും. മേളിലോട്ടാണോ? അല്ല, ഭൂമിയിലുള്ള ഇസ്രായേലിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ബോഡി ഓഫ് ക്രൈസ്റ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, യു ഷാൽ ബി കോട്ട് അപ്പ്, നമ്മൾ എടുക്കപ്പെടും മേളിലോട്ട്. എന്നാൽ ഇവർ ഹൊറിസോണ്ടലായിട്ട് അവരെ കല്ലറ തുറന്ന് ഇസ്രായേൽ ദേശത്തേക്ക്, അവരുടെ സ്വന്തം സ്ഥലത്തേക്കാണ് കൊണ്ടുവരുന്നത്. അതുപോലാണ് 14-ാമത്തെ വാക്യം വീണ്ടും പറയുന്നു, നിന്റെ സ്വദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുവരും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വരും കാലത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. വരും കാലം 3 കാലമാണ്. വരും കാലം, ഈ വരും കാലത്ത് 4 ഭാഗങ്ങളുണ്ട്. ഒന്ന്, ഉൽപ്രാവണത്തിന് ശേഷം, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ഉൽപ്രാവണത്തിന് ശേഷം അടുത്ത ദിവസം മുതൽ ദാനിയേൽ പ്രവചനത്തിൻ്റെ 70-ാമത്തെ ആഴ്ച ആരംഭിക്കുന്നില്ല. ഒരു ടൈം പീരീഡ് ഉണ്ട്, ഒരു പ്രവചന ഒരു ഗ്യാപ്പ് ഉണ്ട്, ഒരു പ്രോഫറ്റിക് പീരീഡ് ഉണ്ട്. ആ ടൈം പീരീഡ്. രണ്ടാമത്തെ കാര്യം 7 വർഷത്തെ മഹോപദ്രവം, ആ പീരീഡ്. പിന്നെ 1000 ആണ്ട് വാഴ്ചയിലെ കാര്യം, അതിനുശേഷം നിത്യത. നമുക്ക് ഈ 3ഉം 4ഉം നമുക്കൊന്ന് ചിന്തിക്കാം. ദ ഇൻ്റർവൽ, ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ റാപ്ചർ ആൻഡ് ദ ട്രിബുലേഷൻ, ആ പീരീഡിൽ മരിക്കുന്ന വിശ്വാസികൾ അവർ പർദീസ, അതായത് അബ്രഹാംസ് ബോസമിലേക്കാണ് പോകുന്നത്. ഭൂമിയിലുള്ള അബ്രഹാംസ് ബോസമിലേക്ക് പോകും. മരിക്കുന്ന രക്ഷിക്കപ്പെടാത്തവർ മരിക്കുമ്പോൾ അവർ യാതനാ സ്ഥലത്തേക്കും പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. 7 വർഷത്തെ മഹോപദ്രവ കാലത്ത് the believers who died during the 7-year tribulation period, ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. നമുക്ക് വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 13-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. അത് പറഞ്ഞത്, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയുന്നു. ഇംഗ്ലീഷിൽ അത് വായിക്കുമ്പോൾ, ആൻഡ് ഐ ഹേർഡ് എ വോയിസ് ഫ്രം ഹെവൻ സേയിങ് അൺടു മീ, റൈറ്റ്, ബ്ലെസ്സഡ് ആർ ദ ഡെഡ് which die in the Lord henceforth. Yea, saith the Spirit, that they may rest from their labors, and their works do follow them. ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ ആ ഇംഗ്ലീഷ് പദം യൂസ് ചെയ്തിരിക്കുന്നത് ബ്ലെസ്സഡ് ആർ ദ ഡെഡ് വിച്ച് ഡൈ. നോക്കണം, മരിച്ചവർക്ക് ഇനി മരിക്കാൻ കഴിയുകയില്ല. ബ്ലെസ്സഡ് ആർ ദ ഡെഡ് വിച്ച് ഡൈ ഇൻ ദ ലോർഡ്. ഈ 7 വർഷത്തെ കാലഘട്ടത്തിൽ പീഡനം, അതായത് ദാനിയേലിൻ്റെ 70-ാമത്തെ ആഴ്ച, ആ ആഴ്ചയിൽ മരിക്കുന്നവർ ഭാഗ്യമുള്ളവർ എന്ന് പറയാൻ കാരണം, ഇവരെ നാം കാണുന്നത്, ഇവരുടെ ആത്മാവിനെ നാം കാണുന്നത് സ്വർഗസിയോനിൽ കർത്താവിൻ്റെ സിംഹാസനത്തിന് മുൻപിലുള്ള സ്വർണ്ണ യാഗപീഠത്തിൻ്റെ കീഴിൽ. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ നമുക്കവരെ കാണാൻ കഴിയുന്നു. അപ്പോൾ അവർ ഡയറക്റ്റ് എവിടെ പോകുന്നത്? ബോഡി ഓഫ് ക്രൈസ്റ്റ് വാഴുന്ന ആ സ്വർഗത്തിലല്ല, മറിച്ച് സ്വർഗത്തിലുള്ള മേളിലുള്ള സ്വർഗീയ സിയോനിൽ, സ്വർഗീയ യെരുശലേമിലെ ദൈവകുഞ്ഞാടിൻ്റെ മുൻപിലുള്ള യാഗപീഠത്തിന് കീഴിൽ ഒരു കൂട്ടം ഉണ്ട്. അതിനെ കാണാം വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ സിംഹാസനവും കുഞ്ഞാടിൻ്റെ മുൻപേ ഒരു വലിയൊരു സമൂഹം നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയും. കുരുത്തോലയും ആയിട്ട് നിൽക്കുന്ന, ഹോശാന പാടുന്നതായിട്ട് കാണാൻ കഴിയും. അവരെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നത്, ഇവർ മഹാകഷ്ടങ്ങളിൽ കൂടി കടന്ന് വന്നവർ
അവരുടെ നീതി പ്രവൃത്തിയെ കാണിക്കുന്ന അവർക്ക് ശുഭ്രവസ്ത്രം അവർക്ക് ധരിപ്പാൻ കൊടുത്തിരിക്കുന്നു. ഈ മിഡ് ട്രിബുലേഷൻ മഹോപദ്രവത്തിന്റെ മധ്യകാലത്ത് 2 സാക്ഷികൾ ഉയർത്തെഴുന്നേൽക്കുന്നു. അവരും പോകുന്നത് ഇതേ സ്വർഗത്തിലുള്ള സിയോനിലേക്കാണ്. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ 144,000 പേരെ നാം കാണുന്നത്. അവർ മരണം കാണാതെ അവരെടുക്കപ്പെടുകയാണ്. അതാ മിഡ് ട്രിബുലേഷൻ റാപ്ചർ അവരുടേതാണ്. അവരെ നാം കാണുന്നത് കുഞ്ഞാടിനോടൊപ്പം സ്വർഗ സിയോനിൽ നിൽക്കുന്നതായിട്ടാണ്. എന്തുകൊണ്ടാണ് ഇവരുടെ മരണം ബ്ലെസ്സഡ് എന്ന് പറയുന്നത്? ഒന്നാമത്തെ കാരണം, ഇവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവർ ഭൂമിയിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടവർ. അവരുടെ വീണ്ടെടുപ്പ് കഴിഞ്ഞു. അവരുടെ പഴയ നിയമ വിശുദ്ധന്മാരുടെ വീണ്ടെടുപ്പ് എപ്പോഴാണ്? എൻ്റെ വില കൊടുത്തെങ്കിലും നമ്മൾ മുമ്പ് വായിച്ചു, കർത്താവിൻ്റെ 2-ാം വരവെങ്കിലാണ് അവരുടെ പാപക്ഷമയും മലിനതയും കഴുകുവാനുള്ള ഉറവ തുറക്കപ്പെടുന്നത്. അതേസമയം ഇവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവർ തൻ്റെ വസ്ത്രങ്ങളെ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ അലക്കി ശുദ്ധിയുള്ളതാക്കി. മനസ്സിലാവുന്നുണ്ടോ? അത് ഭാഗ്യമുള്ളവർ, ഇവർ കുഞ്ഞാടിനെ നേരിട്ട് കാണുകയാണ്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 22-24 വരെ ഉള്ള ഭാഗങ്ങൾ പറഞ്ഞു. എന്നാൽ നിങ്ങൾ വന്നിരിക്കുന്നതോ സ്വർഗീയ സിയോനിൽ വന്നിരിക്കുന്നു. വീണ്ടെടുക്കപ്പെട്ടവരുടെ ആത്മാക്കളുടെ അരികിൽ വന്നിരിക്കുന്നു. അനേക ദൂതന്മാരുടെ ചുറ്റുവട്ടത്തിൽ വന്നിരിക്കുന്നു എന്നാണ് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 12:22-24. അതുകൊണ്ട് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം മുതൽ വെളിപ്പാട് വരെ ഉള്ളത് ഈ മഹോപദ്രവ കാലത്തിൽ കൂടി കടന്നു പോകുന്നവർക്ക് വേണ്ടിയാണ് പ്രത്യേകമായിട്ട് പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നത്. അവരെങ്ങനെ നടക്കണം, അവർ അന്യജാതികളുടെ ഇടയിലായിരിക്കുമ്പോൾ അവരെങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ള കാര്യം ആണ് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം മുതൽ വെളിപ്പാട് വരെയുള്ള എഴുതിയിരിക്കുന്നത്. കാരണം അതേ സമയത്ത് തന്നെ പഴയ നിയമ വിശുദ്ധന്മാരുടെ ഉയർപ്പ് നടന്നിട്ടില്ല. അവരെപ്പോഴും ഭൂമിയിലുള്ള അബ്രഹാമിൻ്റെ മടിയിലാണ് വിശ്രമിക്കുന്നത്. The believers who die during the 7-year tribulation. നാം മനസ്സിലാക്കുക, 1000 ആണ്ട് വർഷത്തിൽ സാത്താനെ ബന്ധിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മൈൻഡിൽ ഒരു ചോദ്യം വരും, അപ്പോൾ സാത്താനില്ലേ പാപത്തിൻ്റെ കാരണം? അപ്പോൾ സാത്താൻ ബന്ധിതനായിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഭൂമിയിൽ പാപം വരുന്നത്? കാരണം ആ സമയത്ത് പാപമുണ്ട്. അനേകർ കർത്താവിൻ്റെ സന്നിധിയിൽ വരാൻ വിസ്മയിക്കുന്നു. കർത്താവ് അവരുടെ ദേശത്ത് മഴ പെയ്യ്ക്കുന്നില്ല. മഹോപദ്രവ കാലത്തിൻ്റെ അവസാനമാകുമ്പോഴത്തേന് സാത്താനെ ചുരുങ്ങിയ ഒരു സമയത്തേക്ക് അഴിച്ചുവിടുമ്പോൾ സാത്താൻ ജനത്തെ വഞ്ചിച്ച് ഒരു വലിയൊരു സമൂഹം കർത്താവിനെതിരെ യുദ്ധം ചെയ്യാൻ വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, സാത്താൻ ബന്ധിക്കപ്പെടുമ്പോൾ നമ്മൾ ഇന്നൊക്കെ പാപം വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് സാത്താൻ ഒരു പോരാട്ടം, അബന്ധനമായി അങ്ങനെ നമ്മൾ സാത്താനെ പഴി പറയാറുണ്ട്. പക്ഷേ ദൈവം കാണിക്കുകയാണ് സാത്താനല്ല വിഷയം, നമ്മുടെ വീഴ്ച, നമ്മുടെ ഈ വീണ ശരീരം, നമ്മുടെ ജഡം കറപ്റ്റായിരിക്കുക, അതാണ് വിഷയം. അതുകൊണ്ട് നമുക്കൊരു വിടുതൽ വേണം. സാത്താനെ പഴി പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് 1000 ആണ്ട് വാഴ്ചയിൽ ദൈവം അത് കാണിക്കുകയാണ്. ദ പ്രോബ്ലം ഈസ് വിത്ത് മാൻ. ആദാം ഹവ്വായെ പഴിചാരി, ഹവ്വ സർപ്പത്തെ പഴിചാരി. ദൈവം കാണിക്കുക, നോ, ദ പ്രോബ്ലം ഈസ് വിതിൻ അസ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, അയ്യോ, ഈ റച്ചഡ് ബോഡിയിൽ, ഈ ശരീരത്തിൽ, ഈ വീഴുന്ന ശരീരത്തിൽ ഒരു നന്മയുമില്ല എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2-ാം വരവ് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ എന്താണ് നടക്കുന്ന? ഈ 1000 ആണ്ട് വാഴ്ചയ്ക്ക് മുൻപേ നടന്നു. ഒലിവുമലയിൽ വന്നു. കർത്താവായ യേശു ക്രിസ്തു ഒലിവുമലയിൽ വരുമ്പോൾ പഴയ നിയമ വിശുദ്ധന്മാർ അബ്രഹാമിൻ്റെ മടിയിൽ നിന്ന് അവർ എഴുന്നേറ്റു. എതിർ ക്രിസ്തുവേയും കള്ളപ്രവാചകനെയും പിടിച്ച് ദൈവം ദ ലേക്ക് ഓഫ് ഫയർ, അഗ്നി തടാകത്തിലേക്ക് ഇട്ടിരിക്കുകയാണ്. അവർ പകൽ
ടോർമെൻ്റ് ആയിക്കൊണ്ടിരിക്കുക, അവിടെ പീഡിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ 1000 ആണ്ട് വാഴ്ചയിൽ മരിക്കുന്ന വിശ്വാസികളുമുണ്ട്, അവിശ്വാസികളുമുണ്ട്. അവരും പോകുന്നത് എങ്ങോട്ടാണ്? ഈ പാതാളത്തിലേക്കാണ്. വിശ്വാസികൾ പോകുന്ന അബ്രഹാമിൻ്റെ മടിയിലേക്കും അവിശ്വാസികൾ പോകുന്ന ദ പ്ലേസ് ഓഫ് ടോർമെന്റിലേക്കുമാണ്. അവര് 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞ് വെള്ള സിംഹാസനത്തിന്റെ മുൻപിൽ അവിടെ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ആ ഉയർത്തെഴുന്നേൽപ്പിൽ ഈ 2 കൂട്ടരും അവിടെ വരികയാണ്. യോഹന്നാൻ 5:28 നമുക്ക് വായിക്കാം. ഇതിങ്കിൽ ആശ്ചര്യപ്പെടരുത്. കല്ലറകളിൽ ഉള്ളവർ എല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. അപ്പോൾ കണ്ടോ, വലിയൊരു ഒരു ഉയർത്തെഴുന്നേൽപ്പ്, ദ ലാസ്റ്റ് റിസറക്ഷൻ ആണിത്. ഈ റിസറക്ഷൻ ആരൊക്കെയുണ്ട്? ആദാം മുതൽ ആദ്യകാലം വരെ, ദ ടൈം എൻറ്റയർ ഡിസ്പെൻസേഷനിലെ ദൈവത്തിൽ നിന്ന് ദൈവത്തെ മറന്നുപോയവർ, ദാവീദ് പറഞ്ഞ് ആ മറന്നുപോയവർ, ദൈവത്തെ വിക്കഡ് ആൻഡ് ദോസ് ഹു ഫർഗെറ്റ് ദ ഗോഡ്, അവർ ഉണ്ട്. രണ്ടാമത്തവർ ആരുണ്ട്? ഈ 1000 ആണ്ട് വാഴ്ചയിൽ മരിച്ചുപോയ വിശ്വാസികളും ഉണ്ട്. മരിച്ചുപോയ വിശ്വാസികളാണ് പ്രത്യാശയിലേക്ക് പ്രതിഫലം വാങ്ങുവാൻ എഴുന്നേൽക്കുന്നത്. ബാക്കിയുള്ളവരോ നിത്യലജ്ജയ്ക്കായിട്ട് എഴുന്നേൽക്കുകയാണ്. നോക്കണേ, ഈ വെളിപ്പാട് 20:11 പാതാളത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഈ 11-ാമത്തെ വാക്യം മുതൽ 15 വരെ വായിക്കാം. ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിലൊരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തികൾക്കടുത്ത വിധിയുണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. മനസ്സിലാവുന്നുണ്ടോ? 1000 ആണ്ട് വാഴ്ചയുടെ ടൈമിലും പാതാളം അതുപോലുണ്ട്. യോഹന്നാൻ 5:28 പറഞ്ഞിരിക്കുന്ന ഉയർത്തെഴുന്നേൽപ്പ് ഈ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചാണ്. ദ ലാസ്റ്റ് റിസറക്ഷൻ. ഒടുവിൽ പിന്നീട് മരണമില്ല, ഇനിയും ദുഃഖമില്ല, ഇനിയും ഈ പാതാളത്തിൻ്റെ ആവശ്യമില്ല. എല്ലാം തീപ്പൊയ്യയിലേക്ക് ഇടുകയാണ്, അല്ലേ? ഒടുവിൽ ഈ വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ് കഴിയുമ്പോഴാണ് ആ പഴയ സർപ്പത്തെ തീപ്പൊയ്യയിലേക്ക് ഇടുന്നത്. ആ ഒരു വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പ്രത്യേകം എഴുതിയിരിക്കുന്നത് കള്ളപ്രവാചകനും മൃഗം, അതായത് ആൻറ്റി ക്രൈസ്റ്റും അവിടെ ഉണ്ട്, അപ്പോഴും അവിടെ ഉണ്ട്. അവർ കത്തി നശിച്ച് ഇല്ലാതായിട്ടില്ല. വേറൊരു ദുരുദ്ദേശമുണ്ട്. അവർ പറയും നരകം നിത്യമല്ല, അവിടെ ദൈവം അത്ര കൃപാലുവായ ദൈവം സ്നേഹമാകുന്നു, ദൈവം അത്ര കഠിന ഹൃദയനല്ല, ഒരു തെറ്റ് ചെയ്തവരെ എന്നേക്കുമായിട്ട് പീഡിപ്പിക്കാൻ എന്നൊക്കെ പഠിപ്പിക്കുന്ന ഒരു ഉപദേശമുണ്ട്. ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്നവർ പല കാര്യങ്ങൾ നിഷേധിക്കുന്നുണ്ട്. അതിലൊന്നാണ് ഈ എറ്റേർണൽ ടോർമെൻറ്റ്. അതിനെ അവർ നിഷേധിക്കുന്നുണ്ട്. എന്നാൽ ബീസ്റ്റ്, പഴയ സർപ്പത്തെ അതിനകത്ത് ഇടുമ്പോൾ ഓൾറെഡി അവിടെ കള്ളപ്രവാചകനും ആൻറ്റി ക്രൈസ്റ്റും അവിടെ നരകയാതന അനുഭവിക്കുകയാണ്. എറ്റേർണിറ്റി, വരും കാലത്തിൻ്റെ അവസാനത്തെ ഭാഗം എറ്റേർണിറ്റി. നമുക്ക് വെളിപ്പാട് പുസ്തകം 21:4-5 നമ്മൾ വായിക്കുന്നത്.
അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാകുകയില്ല. ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്നും അവൻ കൽപ്പിച്ചു. പ്രൈസ് ദ ലോർഡ്. ദി എൻഡ്, അതാണ് ദി എറ്റേർണിറ്റി. ഞാൻ വിശ്വസിക്കുന്നു ഇത് എല്ലാവർക്കും സഹായകമാകും.